രാജ്യം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തത്തിന്റെ നടുക്കത്തിലാണ് ഇന്ന് നാടുള്ളത്. ആ ദുരന്തം പൊട്ടിയൊലിച്ചിറങ്ങിയ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഏത് സമയവും കോട ഇറങ്ങുന്ന ഒരു സാഹചര്യം ഈ ഒരു മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും കോട കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരുന്ന ഏറ്റവും അധികം ടൂറിസ്റ്റുകളൊക്കെ ഈ ഭാഗത്തേക്ക് എത്തുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ഭാഗമാണ് മുണ്ടക്കൈ പ്രദേശത്തിന്റെ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് എസ്റ്റേറ്റിന്റെ ബൗണ്ടറിയാണ്. എസ്റ്റേറ്റ് തേയിലത്തോട്ടങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ട് വ്യാപിച്ചു കിടക്കുന്നത്. അതിനപ്പുറത്തേക്ക് നിലമ്പൂർ കാടുകളുടെ ഭാഗമായിട്ടുള്ള വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തിന്റെ ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഏറ്റവും അവസാന ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗം തേയിലത്തോട്ടം, അത് കഴിഞ്ഞാൽ ഫോറസ്റ്റ് മേഖല. ഈ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുന്നു. കാരണം ഈ പുഞ്ചിരിമറ്റം പ്രദേശത്ത് നിന്ന് പൊട്ടിയൊലി എന്ന ദുരന്തം ഈ ഒരു മേഖലയിലേക്ക് എത്തിയിട്ടില്ല. മുണ്ടക്കൈ മസ്ജിദും അല്ലെങ്കിൽ ആ ഒരു ടൗൺ ഭാഗത്തും ടൗൺ ഭാഗത്തെ കൂടി സർവനാശം വിതച്ചുകൊണ്ട് ചൂരൽമലയിലേക്ക് എത്തി അവിടുന്ന് അട്ടമല ഉൾപ്പെടെയുള്ള ഭാഗത്തേക്ക് പ്രവേശിച്ച് ചാലിയാറിലേക്ക് എത്തിയിരിക്കുന്നു. ആ ഒരു ഭാഗത്തിന്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിന്റെ തീവ്രത ഈ ഒരു മുണ്ടക്കൈയുടെ മുകൾ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു. കോടയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി ആ ഒരു ദൃശ്യങ്ങൾ വ്യക്തമല്ലെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ദുരന്തം അല്ലെങ്കിൽ ഈ ദുരന്തത്തിന്റെ ഉരുൾപൊട്ടലിന്റെ അവശിഷ്ടങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. ഇതിന്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് മുണ്ടക്കൈയിൽ ഏറ്റവും ഉയർന്ന പ്രദേശമാണിത്. അതുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എത്താത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു പ്രദേശത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അതുപോലെ ലയങ്ങളുണ്ട്, നിരവധി വീടുകളും ഈ ഒരു ഭാഗത്തുമുണ്ട്. 40-ലധികം വീടുകൾ, അവശേഷിക്കുന്ന വീടുകൾ ഈ ഒരു ഭാഗത്താണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്കറിയാം പ്രളയത്തിന്റെ ഒരു എത്താത്തത് കൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ ഇപ്പോഴും വീടുകൾക്ക് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. ഈ ഒരു ഭാഗത്തേക്ക് പ്രളയജലത്തിന്റെ അവശിഷ്ടങ്ങൾ എത്തിയിട്ടില്ല. ഈ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഒരു അംഗൻവാടിയുണ്ട്. ഈ അംഗൻവാടി ഈ ഭാഗത്തെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് പുറംലോകവുമായി ബന്ധപ്പെടാൻ അത്ര വേഗം കഴിയാത്ത ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മറ്റുള്ള ഇടങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. ഈ ഒരു ഭാഗത്ത് തന്നെ എസ്റ്റേറ്റ് മേഖലയായതുകൊണ്ട് തന്നെ എസ്റ്റേറ്റിന്റെ ഭാഗമായിക്കൊണ്ടുള്ള അംഗൻവാടികൾ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടികളും ഈ ഒരു മേഖലയിലുണ്ട്. നിരവധി ആളുകൾ ഈ ഒരു മേഖല 100% എസ്റ്റേറ്റ് മേഖലയായിരുന്നു. അപ്പോൾ ആ എസ്റ്റേറ്റ് മേഖലയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ ലയങ്ങളും അത്തരത്തിലുള്ള അംഗൻവാടികളും ഈ ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു വലതു ഭാഗത്തായിട്ട് കാണുന്ന ആ ഒരു പ്രദേശമാണ് മുണ്ടക്കൈ മദ്രസ എന്ന് പറയുന്ന ആ ഒരു ഭാഗം. ഈ ഒരു പ്രദേശമാണ് നമുക്കറിയാം ആദ്യഘട്ടത്തിൽ നമ്മൾ പ്രതികരണങ്ങൾ എടുത്തപ്പോൾ ആളുകൾ ഓടി രക്ഷപ്പെട്ടത് ഈ ഒരു മദ്രസയിലേക്കാണ്. ആ മദ്രസയുടെ ഭാഗം പൂർണ്ണമായും സുരക്ഷിതമാണ് എന്ന് വേണം നമുക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ. മദ്രസയുടെ ഭാഗത്തേക്കും ഈ ഒരു പ്രളയത്തിന്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ പ്രളയത്തിന്റെ ആ ഒരു തീവ്രത ഈ ഒരു മദ്രസയുടെ ഭാഗത്തേക്കും എത്തിയിട്ടില്ല. 30ഓളം ആളുകളാണ് ഈ ഒരു മദ്രസയുടെ ഭാഗത്ത് ആദ്യഘട്ടത്തിൽ അഭയം പ്രാപിച്ചത്. അവരെയൊക്കെ സുരക്ഷിതമായി കൊണ്ട് തന്നെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു മദ്രസയുടെ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് നോക്കിയാൽ ഇവിടെയുള്ള ആ ഒരു തീവ്രത മനസ്സിലാകും. ആദ്യഘട്ടങ്ങളിൽ ഈ ഒരു മദ്രസയിൽ നിന്ന് ഈ ഒരു മുണ്ടക്കൈ ടൗണിന്റെ പൂർണ്ണ രൂപം നമുക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭീകരമായ ഒരു അന്തരീക്ഷം, ഭീകരമായ സാഹചര്യം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കി. ഈ മദ്രസയുടെ എതിർവശത്തായി നിരവധി വീടുകളുണ്ട്. ഈ വീടുകളും ഒന്നും ഈ കാര്യമായ കേടുപാടുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രളയജലം ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഈ ഒരു ഭാഗത്ത് ഏകദേശം 40-ലധികം വീടുകളുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം അവശേഷിക്കുന്ന ഭാഗങ്ങളാണ്. പക്ഷെ ഇനിയൊരു ജനവാസം അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഈ നാട്ടുകാർക്ക് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഉറ്റവരും ഉടയവരും തന്റെ കൂടെ ഇന്ന് വരെ ഉണ്ടായിരുന്ന പലരെയും ഇന്ന് കാണുന്നില്ല. ആ ഒരു വേദനാജനകമായ ഒരു സാഹചര്യം ഈ ഒരു പ്രദേശത്തുകാർക്കുണ്ടാവും. ആ ഒരു വേദന എന്നും അവരെ വേട്ടയാടും.
പക്ഷേ ഒരു പക്ഷേ പ്രതിസന്ധികളെ അതിജീവിച്ച് കടന്നു വരുന്ന ഒരു ജനത തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് അവർ കടന്നു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്ന മുണ്ടക്കൈ ടൗണിന്റെ ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുണ്ടക്കൈ ടൗണിന്റെ ആ ഒരു ഭാഗത്തു കൂടിയാണ് പൂർണ്ണമായും ഈ പ്രളയജലം ഒഴുകിയെത്തിയത്. ഇതിന് പുറകുവശത്തായി നിരവധി വീടുകൾ ഉണ്ടായിരുന്നു. ഇതിന് ഇടയിലൊക്കെ എന്ന് നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇടയിൽ അടുത്തടുത്തായി തിങ്ങി നിൽക്കുന്ന വീടുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ ഒരു വീടുകളുടെ ഒരു ഘടന എന്ന് പറയുന്നത് തൊട്ടടുത്താണ്. അധികം ഒരു വീടും മറ്റൊരു വീടും തമ്മിൽ അധികം വ്യത്യാസമില്ല. കേവലം 1-2 അടി അല്ലെങ്കിൽ അത്രത്തോളം ഇട ചേർന്ന് ഒരുമയോടെ ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേലെ ഭാഗത്തുള്ള 40ഓളം വീടുകൾ അവശേഷിക്കുന്നു. ഈ ഭാഗത്തേക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അഭയം പ്രാപിച്ച മദ്രസയ്ക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുന്നു. മുണ്ടക്കൈ മദ്രസയുടെ പരിസരത്ത് നിന്ന് ക്യാമറമാൻ ജയ്സലിനോടൊപ്പം ഫൈസൽ.